ഖുർആൻ അല്ലാഹു തആല പറയുന്നത് കാണാം, നാളെ പരലോകത്ത് നടക്കുന്ന ഒരു സംഭാഷണം. പരലോകത്ത് വിചാരണ നടത്തുന്ന സമയത്ത് മുശ്രിക്കുകൾ പറയും, സയഖൂലുൽ ലദീന അശ്റകൂ, മുശ്രിക്കുകൾ എന്ന് പറയും, ലൗ ഷാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല, ഞങ്ങളുടെ പിതാക്കന്മാരും ശിർക്ക് ചെയ്യുമായിരുന്നില്ല. അപ്പൊ ഇത് മുശ്രിക്കുകളുടെ ഒരു സ്വഭാവമായിട്ട് അള്ളാഹ് പറഞ്ഞ കാര്യമാണ്. പരലോകത്ത് അവരെന്തു ചെയ്യും? ഖദറിനെ തെളിവാക്കും. അള്ളാഹുവിന്റെ വിധിയല്ലേ ഞങ്ങൾ ശിർക്ക് ചെയ്യാനുള്ള കാരണം എന്നവർ പറയും. അപ്പൊ മുശ്രിക്കുകളുടെ സ്വഭാവമാണത്. ഇന്ന് ചില ആൾക്കാർ, മുസ്ലിം ആയിട്ടുള്ള ചില ആൾക്കാർ തന്നെ ചോദിക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ നമ്മൾ നന്നാകുമല്ലോ, അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് നന്നാകുന്നത്? അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ടല്ലേ ഞാൻ തെറ്റ് ചെയ്തത്? അങ്ങനെ ചോദിക്കാൻ പാടില്ല. ആ ചോദ്യം മുശ്രിക്കുകൾ നാളെ പരലോകത്ത് നരകത്തിൽ പോകുന്നതിന് മുമ്പ് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കുന്നവൻ അവരുടെ പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും ശരിയല്ല. കാരണം അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ പള്ളിയിലേക്ക് വരണോ വേണ്ടയോ, ഖുർആൻ ഓതണോ വേണ്ടയോ, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കുകയുള്ളൂ. അതോടൊപ്പം നമുക്ക് സ്വാതന്ത്ര്യവുമുണ്ട്. അത് അള്ളാഹുവിന്റെ ഖുദ്റത്താണ്. അള്ളാഹുവിന് കഴിയും അങ്ങനെ ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുക. നേരെ മറിച്ച് ഈ ചോദ്യം ചോദിക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ടല്ലേ ഞാൻ തെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മുശ്രിക്കുകളുടെ ചോദ്യമാണ്. ആ ചോദ്യം ഇബ്ലീസിന്റെ ചോദ്യമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? ഈ ചോദ്യം മോശമായ അർത്ഥത്തിലേ ആൾക്കാർ ചോദിക്കുള്ളൂ, അല്ലേ? ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഒരാൾക്ക് ചെറിയ അസുഖമുണ്ട്, നമസ്കരിക്കാൻ വയ്യ, ഖിയാമുൽ ലൈൽ നമസ്കരിക്കാനൊക്കെ പ്രയാസമുണ്ട്. അപ്പൊ അയാൾ പറയണം, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിസ്കരിക്കും അല്ലോ. അങ്ങനെ ചെയ്യുമല്ലോ. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്തായാലും നിസ്കരിച്ചിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാനത് നിസ്കരിക്കും. അപ്പൊ അലാറം വെക്കണം രാത്രി കിടക്കുമ്പോൾ, ചെറിയ പനിയുണ്ട്, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് അള്ളാഹു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിസ്കരിക്കും, അതുകൊണ്ട് ഞാൻ നമസ്കരിക്കാൻ തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അലാറം വെച്ച് കിടക്കുന്നത് കാണാറുണ്ടോ? കുറവാണ്. നേരെ മറിച്ച് നെഗറ്റീവായ അർത്ഥത്തിലാണ്, അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ടല്ലേ ഞാൻ തെറ്റ് ചെയ്തത്, അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഹറാമ് ചെയ്ത് നടക്കുന്നത് എന്നായിരിക്കും പറയാം. ഇത് പിശാചിന്റെ അടുത്ത് നിന്ന് വരുന്ന ചോദ്യമാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ദുനിയാവിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഇത് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ജോലിക്ക് പോകാതെ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്റെ വിശപ്പ് മാറുമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കാറുണ്ടോ? ഇല്ല. നമുക്ക് അധ്വാനിക്കാനും അധ്വാനിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും അള്ളാഹു ഉദ്ദേശിച്ച റിസ്കേ നമുക്ക് കിട്ടുകയുള്ളൂ. എന്നിട്ട് നമ്മൾ അന്വേഷിച്ചു പോകുന്നില്ലേ? അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഈ ചോദ്യം മുശ്രിക്കുകൾ ചോദിക്കും നാളെ പരലോകത്ത് വെച്ച്.